എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് രാജ്നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ റൈഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണത്. കണ്ടില്ലേ, നമ്മൾ പയ്യെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന വഴി നമുക്ക് വേണമെങ്കിൽ പോകാറുണ്ട്, പക്ഷേ ആ വഴിയല്ല, നമ്മൾ വേറൊരു വഴിയാണ് ഇന്ന് തിരഞ്ഞെടുത്തേക്കണത്. आपका नाम क्या है? प्रतीक. अच्छा अच्छा. दीदी आपका नाम क्या है? नमिता. हाय. नाम क्या है? प्रतीक का बुआ. बुआ है. बुआ मतलब पापा का बहन. पापा का बहन. अच्छा अच्छा. बुआ ही तो. हाँ. ഓ അച്ഛാ അച്ഛാ അച്ഛാ. അപ്പോൾ നമ്മൾ ഇവരുടെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണം കേട്ടോ. പൂരി സബ്ജി കാര്യങ്ങളൊക്കെ ഉണ്ട്. हाय. आपका नाम? प्रतीक. अच्छा, ये जगह का नाम क्या है? बेसिकली दिस इज राजनगर. दिस इज साउथ पार्ट ऑफ त्रिपुरा. एंड हमारे यहाँ से बहुत पास है बॉर्डर है ना. अच्छा अच्छा. हमारे बॉर्डर बहुत पास है. इधर त्रिपुरा में आइए. अच्छा, त्रिपुरा ये इस साइड में घूमने के लिए क्या क्या है मेन? यहाँ पर एक तो है वो बांग्लादेश मैत्री उद्यान पार्क हुए हैं. फिर इधर कृष्णा वाइल्ड लाइफ सेंचुरी है. फिर वो और एक ओ लास्ट में ओ उद्यान 16. अच्छा, इंडिया बांग्लादेश ओ ये मैत्री उद्यान. अच्छा 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 अच्छा. वो है. फिर कृष्णा है. कृष्णा अभयारण्य बाइसन के लिए. हाँ, वो तो बाइसन का तो बहुत लक है ना. मतलब तो मैं कल भी देखा, बहुत टाइम वेट करके देखा वो. हाँ नहीं, कल देखा वो बहुत दूर में. നമ്മളങ്ങനെ പോകണമെങ്കിൽ കുറച്ച് ആൾക്കാരെ കണ്ടുപിട്ടേട്ടാ. അപ്പോൾ അവരെ ഞാൻ പരിചയപ്പെടുത്തരാം. ഹായ് ഭയ്യ, आप लोग नाम क्या है? मेरा नाम प्रसन्नजीत सिल है. हाय. अच्छा, नाम भी बोलिए. अच्छा 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 अच्छा. यहाँ से कितना दूर है वो? जगह का नाम क्या है? ये जगह का नाम है सुत्ताकोला है. सुत्ताकोला है. वहाँ पे जो बांग्लादेश और भारत जो 1947 में बांग्लादेश में जो वार अटैक हुआ था, उस टाइम पे पूरा इंडिया बांग्लादेश को कैसे हेल्प किया, उधर ट्रेनिंग सेंटर बनाया, कैंपिंग बनाया. उधर पूरा इंडिया का जितना क्या बोलते हैं, जितना लोग हेल्प किया बांग्लादेश को, उधर ट्रेनिंग किया. उधर ट्रेनिंग करके बांग्लादेश को 1947 नहीं तो ना 1971 में जो वार अटैक हुआ था. सॉरी, मैं 1947 बोला. 1947 में तो हमारा इंडिया हुआ था, लेकिन 1971 में जब बांग्लादेश को फ्रीडम मिला, वो हमारा इंडिया से ही मिला. इंडिया पूरा हेल्प करने से बांग्लादेश को फ्रीडम मिला. उधर जाके आप देख सकते हो. पक्का मैं करेगा. ओके ठीक है भैया. ओके फिर मिलेंगे. हाँ ठीक है भाई. നമ്മളിപ്പോൾ അങ്ങനെ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി കേട്ടാ. ഈ റൂട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ഫയർ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഫുള്ള് റബ്ബർ കൃഷിയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെയാണ് കൂടുതലെന്ന് തോന്നിട്ടാ റബ്ബർ കൃഷിയും കാര്യങ്ങളൊക്കെ. ഇവിടെയുള്ള ആൾക്കാർ എല്ലാ കൃഷിയും ഉപേക്ഷിച്ചിട്ട് ഇപ്പം മൊത്തം ചെയ്യുന്നത് റബ്ബറാണ്. വെൽക്കം ടു ഭാരത് ബംഗ്ലാദേശ് മൈത്രി ഉദ്യാൻ. ഈ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നേരത്തെ നമ്മുടെ ആ ഒരു പുള്ളി പറഞ്ഞില്ലേ ആ ഒരു ഹിസ്റ്ററിനെ കുറിച്ച്, ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അന്ന് ബംഗ്ലാദേശിനെ ഇന്ത്യ ഒരുപാട് രീതിയിൽ സഹായിച്ചേട്ടാ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതായിട്ട് വെച്ചേക്കണ ഒരു മെമ്മോറിയൽ പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോണേട്ടാ. അതുപോലെ നമ്മൾ പോണ റൂട്ടിലൊക്കെ ഇതേപോലെ ഇങ്ങനെ നെല്ല് വഴിയിൽ ഇങ്ങനെ ഉണക്കാനിട്ടേക്കണേട്ടാ. കണ്ടില്ലേ, ഇത് ഫുള്ള് ഉണക്കാനിട്ടേക്കണേണ്. കാരണം ഇവിടേക്ക് അത്യാവശ്യം നെൽകൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതുപോലെ കൂടുതലും റബ്ബറാണ് ഉള്ളത്. അവർ ഇതേപോലെ റോഡ് സൈഡിലൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇവർ ഉണക്കാൻ വേണ്ടിയിട്ടേക്കണേ കേട്ടോ. അതുപോലെ നമ്മൾ പോണ സ്ഥലം എന്ന് പറയുന്നത് ബോർഡറിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം വില്ലേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, നെൽകൃഷിയാണ് മൊത്തം. പിന്നെ അതുപോലെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ റബ്ബർ കൃഷിയുണ്ട് കേട്ടോ ഒരുപാട്. ഇവിടുത്തെ മെയിനാണ് റബ്ബർ കേട്ടോ, റബ്ബറും നെല്ലും. പിന്നെ ബാക്കി സബ്ജി, അതായത് പച്ചക്കറി കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കണ്ടത്. ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കാൻ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ചെറിയ ചെറിയ വീടുകളും അതുപോലെ തന്നെ വാഴക്കൃഷികളും റബ്ബർ തോട്ടങ്ങളും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ആസ്വദിച്ച് വേണം പോയി. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. ഒരു വില്ലേജ് അന്തരീക്ഷം കേട്ടോ. ഇതൊരു ചെറിയ വില്ലേജും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കോട്ടയം ജില്ലയിലൊക്കെ വന്നൊരു ഫീലാണ് കേട്ടോ.
കറക്റ്റ് ആ ഒരു ഫീലാണ്. കോട്ടയം ജില്ലയിലേക്ക് ഇല്ലെങ്കിൽ കോട്ടയം ജില്ലയിലൊക്കെ ഇവിടെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഒരു ഫീല് കിട്ടും കേട്ടോ. നല്ല വെയിലുണ്ട് കേട്ടോ മക്കളെ. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു തണൽ കിട്ടി. അങ്ങനെ ഇരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല കയറ്റമുണ്ട് കേട്ടോ. നല്ല കയറ്റമുണ്ട്. ഇങ്ങനെ പയ്യെ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പറയാം ഒരു ഫുള്ള് ഗ്രാമപ്രദേശമാണ്. ഇവിടെയൊക്കെ എനിക്ക് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും വന്നതായിട്ട് ഇവരാരും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചായിരുന്നു ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകുന്നു. പക്ഷെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും നമുക്ക് നേരെ പോയാൽ മതിയായിരുന്നു. ഞാൻ ഇങ്ങനെ കറങ്ങി പോകാമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയൊന്നും കണ്ടിട്ടില്ല. ഇവിടേക്ക് എന്തെങ്കിലും കാഴ്ചകൾ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ടാവും. നമ്മളതുപോലെ ഇവിടെയുള്ള വില്ലേജൊക്കെ കാണുമ്പോൾ ഓരോരോ വില്ലേജുകൾ കാണുമ്പോൾ അവിടെയുള്ള ചെറിയ ചെറിയ വീടുകൾ കണ്ടിട്ടില്ല നിങ്ങൾ. കുഞ്ഞു വീടാണ്. അതായത് എന്താ പറയുക മണ്ണൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. മണ്ണ് പിന്നെ അതുപോലെ തന്നെ മുളയൊക്കെ വെട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അടിപൊളിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ എന്തായാലും പയ്യെ കയറാട്ടോ. എൻ്റെ ഉമ്മാൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ്ടാ. അതായത് കരിപ്പാടം തലോലപ്പുറം എന്നൊക്കെ പറയും. ഞാനൊക്കെ ചെറുപ്പ ടൈമിലൊക്കെ അവിടെയൊക്കെ നിൽക്കാനൊക്കെ പോട്ടാ. അവിടെയൊക്കെ ഒരു യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങാടി ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഗ്രാമപ്രദേശം പോലത്തെ ഒരു ഫീലും പിന്നെ അതുപോലെ ഒരുപാട് റബ്ബർ തോട്ടങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അത് അതേപോലത്തെ ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരിത് കിട്ടിയാട്ടാ. ഈ ഒരു റൂട്ടിൽ മെയിനായിട്ട് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓട്ടോ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലാസ്റ്റ് ചെന്ന് നിൽക്കുന്നത് ഇവിടെ ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ചുറ്റിനും ബോർഡറാണ്. അതായത് നമ്മൾ ഇനി പോകും തോറും ചെറുതായി വരും കേട്ടോ റൂട്ടും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ കാണുന്ന സ്ഥലമാണ് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ഇന്ന് ഓപ്പൺ ആണോ ഇല്ലയെന്നൊരു പിടുത്തമില്ല. എന്തായാലും പോയി നോക്കാം. പിന്നെ അവിടെ കുറേ ഓട്ടോക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലേ ഇതാണ് സംഭവം. അതിൽ പോയി നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി കേട്ടോ. ഇതാണ് സംഭവം. ഇത് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ പോണേക്ക് ഒരാളോട് ചോദിച്ച് ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. എന്തായാലും നോക്കാം. ഇതാണ് ഭാരതി ബംഗ്ലാദേശ് മൈത്രി ഉദ്യാനം കേട്ടോ. അതുപോലെ ഇത് കണ്ടില്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഓരോരോ കാര്യങ്ങൾ, അതായത് പണ്ടത്തെ ആർമിയുടെയും ആ യുദ്ധത്തിൻ്റെയൊക്കെ ഓരോ ചിത്രവും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ശരിക്കും 1971 ഈ ബംഗ്ലാദേശിൻ്റെ ഒരു യുദ്ധം, ആ ഒരു യുദ്ധം നടന്ന സമയമില്ലേ, ആ ഒരു സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശിനെ സഹായിച്ചിരുന്നു. അതായത് ഈ ബംഗ്ലാദേശ് ആർമിക്ക് ഇന്ത്യൻ ആർമി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ആ ഒരു എന്താ പറയുക, ബംഗ്ലാദേശിൽ ആർമിയില്ല, അവർ ഇവിടെയാണ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അന്നൊന്നും നമുക്ക് ഇവിടെ ഒന്നും വരാൻ പറ്റില്ല കേട്ടോ, ഇങ്ങോട്ടേക്ക് ഒന്നും കയറാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഏകദേശം 2010 ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് എല്ലാ ആൾക്കാർക്കും വന്ന് കണ്ട് അതേപോലെ ടൂറിസവും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ പഴയ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകണത് കേട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇതൊരു പാർക്കും കൂടിയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ 2010 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഇത് ഇതേപോലെ ഇങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് ഇതേപോലെ ആൾക്കാർക്ക് വന്നിരിക്കാനും അതുപോലെ ഇവിടെയൊക്കെ കാണാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരുക്കി കേട്ടോ. അതുപോലെ ഇവിടെ ഇന്ദിരാഗാന്ധിയുടെ ഒരു ശിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോർമർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നെ ഇവിടെ ഒരു സ്തൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി. ഇപ്പോൾ ഒറ്റ മനുഷ്യരും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നുണ്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഇത് ശരിക്കും ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്ററിൻ്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഫോർമർ പ്രൈം മിനിസ്റ്ററാണ് കേട്ടോ. ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്. കണ്ടില്ലേ, അതും ഇങ്ങനെ വിരൽ ചൂണ്ടിയിരിക്കണ ഒരു ശിലയായിട്ട് വെച്ചേക്കണം. അതുപോലെ നമ്മുടെ ഇന്ദിരാഗാന്ധി ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കണതിൻ്റെ ഒരു ശിലയായിട്ട് അവിടെ ഇരിക്കണം. ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇതേപോലെ ചെറിയ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല, കാരണം നല്ല വെയിലാണ്. ഇനി ആളുകളൊക്കെ വന്നത് വൈകുന്നേരം ടൈമിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഏകദേശം 4:30 വരെ ഉള്ളൂ എന്നാണ് അവിടെ കൊടുത്തേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ആ ഒരു ബ്രിഡ്ജിൻ്റെ അങ്ങാടെയൊക്കെ പോകാട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ചെറിയ ഒരു നദി പോലെ, ചെറിയൊരു അരുവി പോലത്തെ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടോ.
നല്ല തണുപ്പല്ല, ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ മൂങ്ങേൻ്റെ ഒക്കെ ചിത്രമുണ്ട് ഇവിടെ വെച്ചേക്കണ, കല്ലിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണാണ്. ഇവിടെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ നമ്മുടെ മലയാളികളൊക്കെ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതുണ്ടല്ലേ അതിലൊരു കിളിയിക്കണുണ്ടല്ലേ, എൻ്റെ പേരറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ആരെങ്കിലും. അവിടെയും ചെറിയ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരുപാട് വർഷമായി, ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 2010 ഇത് ഇതാക്കിയത്, ഇങ്ങനെ റിനോവേഷൻ കാര്യങ്ങൾ ചെയ്തതെന്ന് തോന്നണ്ട. ഇത് ഏകദേശം 1971 ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറയണത്. അതുപോലെ ഇവിടെയും കുറച്ച് ശിലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് ഗൊനോഹോട്ടെ എന്നാണ് കേട്ടോ. ഇത് ശരിക്കും പണിതത് ഹാഷിം ഖാൻ എന്ന് പറഞ്ഞൊരു ബംഗ്ലാദേശി പെയിൻറ്ററാണ് കേട്ടോ ഇത് സൃഷ്ടിച്ചത് കേട്ടോ. ഇത് 1971 പിന്നെ അതുപോലെ അവിടെയൊക്കെ ഓരോരോ ശിലകൾ കണ്ടില്ലേ. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധ സമയത്ത് ആളെ എടുത്തുകൊണ്ട് പോണതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നണേ ഇത് യുദ്ധത്തിൽ വീണെടുക്കുന്ന ആൾക്കാരുടെ ഇതാണെന്ന് തോന്നട്ടെ. ഈ എഴുതിയേക്കണത് ബംഗാളി ഭാഷയിലാണ് എഴുതിയേക്കുന്നത്, അതൊന്നും പിടുത്തം കിട്ടണില്ല കേട്ടോ. പക്ഷേ ആ ഒരു അന്ന് യുദ്ധത്തിൻ്റെ സമയത്ത് വീണെടുക്കണതിൻ്റെ ചിത്രമായിട്ടാണ് ഇവർ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ വീണ് കിടക്കണ ഒരു ശിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെനിക്ക് തോന്നണം അതിൽ നിന്ന് ഇങ്ങനെ ചരിഞ്ഞ് വീണേക്കണേന്ന് തോന്നട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കൈയില്ലാത്ത രീതിയിലുള്ള ശിലയും കാര്യങ്ങളൊക്കെ കേട്ടോ. എനിക്ക് തോന്നണം അന്നത്തെ യുദ്ധത്തിൽ ഇങ്ങനെ കൈയും കാര്യങ്ങളൊക്കെ പോയതാണെന്ന് തോന്നുന്നുട്ടോ, ഒരു ഐഡിയ ഇല്ല കറക്റ്റ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു രീതിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് ബംഗ്ലാദേശിലെ ആൾക്കാരായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ മെയിനായിട്ട് കൊടുത്തേക്കണ ബംഗ്ലാദേശിലെ ആ ഒരു ഇതായിട്ടാണ്. അന്നത്തെ ആ യുദ്ധത്തിലുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് ഇപ്പോഴൊന്നും എനിക്ക് തോന്നുന്നില്ല ബംഗ്ലാദേശിലെ ആൾക്കാർക്കൊന്നും ഇപ്പോഴൊന്നും അലൗഡ് അല്ല കേട്ടോ ഇങ്ങോട്ട്. കാരണം ബോർഡർ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. പിന്നെ ആകെ ഇവിടെയുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വന്നത്. പിന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ വളരെ കുറവാണ്, ചുരുക്കമാണെന്നാണ് പറഞ്ഞു കേട്ടോ. അതുപോലെ ഇവിടെയും ചെറിയ ശിലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയുക അതിൻ്റെ ഓരോരോ ഓർമ്മകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത് ആൾക്കാർ തോക്കും പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഓടണ ഒരു ശിലയായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഒരു 3 ആൾക്കാരുണ്ട് കണ്ടില്ലേ. എനിക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയേക്കണത്. പിന്നെ അത് ഇവിടെ ഒരാൾ തോക്കിങ്ങനെ വെച്ചിട്ട് ആളെ വിളിക്കണതായിട്ടാ, അതായത് ആൾക്കാരെ വിളിക്കണേട്ടാണെന്ന് തോന്നുന്നത്. ഇതൊരു ലേഡിയാണ് കേട്ടോ കണ്ടില്ലേ. കാരണം ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഒച്ചത്തിൽ ആളെ വിളിക്കണതായിട്ടാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. തോക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറകിലാണ് വെച്ചേക്കണത്. പിന്നെ മേളത്തെ ആൾ ഓടണം, അതായത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഓടണ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അത് ഇപ്പുറത്തുള്ള ഒരാളില്ലേ പുള്ളിയും അത് തന്നെ, പുള്ളിയും ഓടണ ഒരു രീതിയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഇതൊക്കെയാണ് മനസ്സിലായത്. ഇതൊന്നും എനിക്ക് വിവരിക്കാൻ അറിയില്ല, അതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ പഴയ ഒരുപാട് ബിൽഡിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് പഴയ കോട്ടകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട്. ഇപ്പോൾ വെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഭയങ്കര ആശ്വാസമുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ എന്ത് വെയിലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് കണ്ടില്ല ഫുള്ള് മറ്റേ അടക്കാമരങ്ങളായിട്ടുള്ളത്. ഇവിടെ ചെറിയ ചെറിയ അടക്കാമരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഇല്ലേ, ഈ മതിലേ കാണുന്നത് അന്നത്തെ ആ വാറിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും ഉണ്ടാക്കിയത് മണ്ണ് വെച്ചാണ് ഉണ്ടാക്കിയത്. അതായത് ഇത് മണ്ണ് വെച്ച് ഉണ്ടാക്കിയ കട്ടയില്ലേ അതിലാണ് ഇതിങ്ങനെ കൊത്തി വെച്ചേട്ടാ ഈ ഒരു പടവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ഇതെല്ലാം എഴുതിയേക്കണ ബംഗാളി ഭാഷയിലാണ് എഴുതിയേക്കണത്. പിന്നെ അതിൻ്റെ മേളിലൊക്കെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിള്ളേരും ആരും ഇല്ല കേട്ടോ. ശരിക്കും ഇന്ന് തിങ്കളാഴ്ചയാണ്, ഞായറാഴ്ചയൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് വന്നത്. പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെയാണ് വന്നത്. അതുപോലെ തന്നെ 4:30 വരെയൊക്കെയുള്ളൂ ടിക്കറ്റിൻ്റെ ആ ഇത് കൊടുത്തേക്കണേ കേട്ടോ. അത് കഴിഞ്ഞ് കയറ്റുവാന്ന് എനിക്ക് പിടുത്തമില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെടിവെക്കണതിൻ്റെ ഒരു ചിത്രം കേട്ടോ കൊടുത്തേക്കണം. അതായത് അന്നത്തെ യുദ്ധത്തിൻ്റെ ഓരോരോ വിഷ്വലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവർ ചിത്രീകരിച്ച് വെച്ചേക്കണേ കേട്ടോ. അതുപോലെ ആളുകൾ തോക്കും പിന്നെ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു ചിത്രം കേട്ടോ ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പരിക്കേറ്റ ആളുകളെ വണ്ടിയിലും ആ ഒരു ഇത് കണ്ടില്ലേ, അവിടെ മേളിലൊരു വണ്ടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരിങ്ങനെ സ്ട്രെച്ചറല്ല ഇങ്ങനെ ഒരു തുണിയിൽ കൊണ്ടുപോകുന്നൊരു ചിത്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തേക്കണം. പിന്നെ അതുപോലെ അത്യാവശ്യം കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ ഒരുത്തൻ ചാടിപ്പോൾ കണ്ടില്ലേ. ഇതാണ് പാർക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ലാട്ടോ ഇതിൽ. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ വേണ്ടി അടിപൊളിയാണ്. ഊഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ കറങ്ങുന്ന സാധനവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അതുപോലെ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ കശുമാവിൻ്റെ മരം കൊണ്ടാ, അതായത് കശുമാവാണ് ഈ കാണുന്നത്. എന്തായാലും ഫുള്ളും കശുമാവുണ്ട്. ഇതിലൊന്നും കാണാനില്ല. എനിക്ക് തോന്നുന്നു ഈ കുരങ്ങന്മാരെല്ലാം പറിച്ച് തോന്നുന്നുണ്ടാ, ഒന്നും കാണാനില്ല കേട്ടാ. ഇഷ്ടമാതിരി കുരങ്ങന്മാരാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു രാവിലെ ടൈം പിന്നെ വൈകിട്ട് ടൈമിലൊക്കെ വരുള്ളൂ എന്ന് തോന്നട്ടോ. ഇപ്പോൾ ഒരുത്തൻ അങ്ങാട് ചാടിപ്പോണേ ഞാൻ കണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ജസ്റ്റ് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഒരു മെമ്മറിക്കായിട്ടുള്ള വെച്ചേക്കണ ഒരു സംഭവമുണ്ട് ഇത്. അപ്പോൾ ഇവിടെ അതിന് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് സ്ഥിതി ചെയ്യണത് സൗത്ത് ത്രിപുരയിലാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഭാരത് ബംഗ്ലാദേശ് മൈത്രേയ് ഉദ്യാനം എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്.